മീനാക്ഷി, ശ്വേത ഈ മൂന്ന് പേരും കൂട്ടുകാരികളാണ്. ഒരുമിച്ച് ഒരു റൂമിൽ താമസിച്ചിരുന്നവർ. ബാംഗ്ലൂർ RR കോളേജിൽ. ഹലോ. ഈ ബാംഗ്ലൂർ ലഹരി കേസിൻ്റെ പിറകെയായിട്ട് ഓരോന്നായിട്ട് പുറത്ത് വരുന്നുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരേ കോളേജിൽ ഒരേ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന 4 പെൺകുട്ടികൾ. അതിലൊരാൾ പെട്ടെന്നൊരു ദിവസം ആത്മഹത്യ ചെയ്യുന്നു. അതിൻ്റെ കാരണം എന്താണെന്നോ ഇല്ലെങ്കിൽ ആ കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ച എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നോ ഈ പെൺകുട്ടികൾക്ക് അറിയത്തില്ല. ഇനി ഈ പെൺകുട്ടികളെ കുറിച്ച് പറയുവാണെങ്കിൽ കേൾപ്പിക്കാം. പർവാന, മീനാക്ഷി, ശ്വേത ഈ മൂന്ന് പേരും കൂട്ടുകാരികളാണ്. ഒരുമിച്ച് ഒരു റൂമിൽ താമസിച്ചിരുന്നവർ. ബാംഗ്ലൂർ RR കോളേജിൽ ഒരുമിച്ച് പഠിച്ച 3 സുഹൃത്തുക്കൾ. എന്നാൽ ഇവരുടെ ഇടയിൽ 4ാമത് ഒരാളുണ്ടായിരുന്നു. 2 വർഷം മുന്നേ ആ പെൺകുട്ടിയുടെ പേരാണ് ഷംന. ഭയങ്കരമായിട്ട് MDMA, LSD പോലുള്ള മാരകമായ വസ്തുക്കൾ ഉപയോഗിച്ചിരുന്ന 3 പേര്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടിയാണ് ഷംന എന്ന് പറയുന്നത്. ഷംന ഉപയോഗിച്ചിരുന്നോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്നാൽ ഷംന അവിടുന്ന് പെട്ടെന്ന് ചെയ്തത് എന്താണ് അതിന് കാരണം എന്ന് ആർക്കും അറിയില്ല. എന്നാൽ ഈ 3 പേർക്കും ഉത്തരം ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഈ ഷംന എന്ന് പറയുന്ന പെൺകുട്ടി തങ്ങളുടെ റൂമിൽ നിന്ന് മരണപ്പെട്ടതെന്നുള്ളത്. ഇവരുടെ ജീവിതശൈലി മറ്റുള്ള പെൺകുട്ടികളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിരുന്നു. 3 പേരും കൂടെ ഒരുമിച്ച് സൈക്കഡലിക് പാർട്ടികൾക്ക് പോവുക, ബാംഗ്ലൂർ പബ്ബുകൾ, അതുപോലെ റേവ് പാർട്ടി എല്ലാം അറ്റൻഡ് ചെയ്യുക. ജീവിതം ഒരു അടിച്ചുപൊളി ജീവിതമായിരുന്നു. മയക്കുമരുന്ന്, കഞ്ചാവ്, നിശാ പാർട്ടി, ഈ ബാംഗ്ലൂർ എന്തൊക്കെ കാണിച്ചു കൂട്ടാൻ പറ്റുമോ അതൊക്കെ ഈ 3 എണ്ണവും കൂടെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ അയച്ചു കൊടുക്കുന്ന പൈസ, ഇതുപോലെ ഇവിടെയുള്ള കുട്ടികളെ പറ്റിച്ചുണ്ടാക്കിയ പൈസ, ആ കൂട്ടത്തിൽ പെട്ടമാരാണ് ഈ 3 എണ്ണവും. പറ്റിച്ചുണ്ടാക്കിയ പൈസ ഇതൊക്കെ വച്ചിട്ട് ജീവിതം ലാവിഷായിട്ട് ആഘോഷിച്ച് നടക്കുന്ന 3 എണ്ണം. ഈ കൂട്ടത്തിലേക്കാണ് ആ പെൺകുട്ടി വന്ന് പെട്ടുപോയത്. ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നാലേ ഈ എൻ്റെ കാസറ്റ് അക്കൗണ്ടിൽ ഇട്ട ഒരു വോയിസ് ഉണ്ട് ഈ മീനാക്ഷിയുടെ. നിനക്ക് മനസാക്ഷി ഇല്ലേടാ, എൻ്റെ കല്യാണം കഴിഞ്ഞതാടാ, നീ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരു വോയിസ്. എനിക്ക് തോന്നുന്നു ഇപ്പം അത് ആ ചാനലിൽ നിന്ന് പോയിട്ടുണ്ട്. തിരിച്ചൊരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. ഇത്രയും കുട്ടികളെ പറ്റിച്ച് അവരുടെ ജീവിതം നശിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിച്ച് തിന്നുമ്പോൾ നിനക്കൊന്നും മനസാക്ഷി ഉണ്ടായിരുന്നില്ലേ? ഇത്രയും ആൾക്കാരെ പറ്റിച്ച് തിന്നില്ലായിരുന്നോ? അപ്പം നിനക്കൊന്നും മനസാക്ഷി ഇല്ലായിരുന്നോ? ഇപ്പം നിൻ്റെ ജീവിതം വന്നപ്പോൾ, നിൻ്റെ ജീവിതം തകരും എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ നിന്നോടൊക്കെ മനസാക്ഷി കാണിക്കണം അല്ലേ? നല്ല സ്വഭാവമാണ്. വീട്ടുകാരെ അടുപ്പിച്ചിട്ടേ ആയിരിക്കും അല്ലേ? ആരെ തകർത്തിട്ടാണേലും എന്ത് ചെയ്തിട്ടാണേലും സ്വന്തം ജീവിതം നോക്കിക്കോണം എന്നുള്ളത് അല്ലേ? ആ പെങ്കൊച്ച് എന്തിനാ മരിച്ചതെന്ന് അറിയാമോ മോക്ക്? കണ്ടുപിടിച്ച് വെച്ചോ? ജയിലിൽ പോയി കിടക്കേണ്ടി വരുമ്പോൾ അതൊക്കെ പറയേണ്ടി വരും കേട്ടോ. ശരി എന്നാൽ.